ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാസ് 5 ഹിന്ദിയിലെ 10th ചാപ്റ്ററായ തീൻ മച്ചിലിയ ആണ്. 3 മത്സ്യങ്ങൾ. ഇതൊരു പഞ്ചതന്ത്ര കഥയാണ്. പഞ്ചതന്ത്ര കഥകൾ എന്നത് മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി ധാർമ്മിക പാഠങ്ങൾ നൽകുന്ന പ്രാചീന ഭാരതീയ കഥകളുടെ ഒരു സമാഹാരമാണ്. ഓരോ കഥയും നന്മയും തിന്മയും പോലുള്ള ജീവിത പാഠങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മയാണ്. തീൻ മച്ചിലിയ, 3 മത്സ്യങ്ങൾ. ബഹുത് സമയ് പെഹലെ കി ബാത് ഹെ, വളരെ കാലങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. പെഹലെ കി ബാത് ഹെ എന്ന് പറഞ്ഞാൽ മുൻപുള്ള കാര്യമാണ്. ഉത്തർ ഭാരത് കെ ഏക് സുന്ദർ സരോവർ മേ തീൻ മച്ചിലിയ രഹത്തി തി. ഉത്തർ ഭാരത് കെ, നോർത്ത് ഇന്ത്യയിലെ ഒരു മനോഹരമായ തടാകത്തിൽ, സരോവർ എന്ന് പറഞ്ഞാൽ ലേക്ക്, തടാകത്തിൽ 3 മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. ജിന്മേ ഗാഡി മിത്രതാതി, അവർ തമ്മിൽ വളരെ ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു. ഗാഡി മിത്രത, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ തമ്മിൽ, ആഴത്തിലുള്ള സൗഹൃദമായിരുന്നു. तीनों मछलियाँ सरोवर की अन्य मछलियों के साथ मिलजुल कर विनोद और सैर करती रहती थी. 3 മത്സ്യങ്ങളും മറ്റു മത്സ്യങ്ങളോടൊപ്പം മിൽജുൽക്കർ, ഒരുമിച്ച്, വിനോദ് ഓർ സൈർ കർത്തി രഹത്തി തി. വിനോദ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ്, സൈർ കർന യാത്ര ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് ഉല്ലസിച്ച് യാത്ര ചെയ്തിരുന്നു. അവർ ഒരുമിച്ച് നീന്തുകയും ഉല്ലസിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. ഇൻമേ സെ പെഹ്ലി മച്ഛലി കാ നാം താ അനാഗത് വിധാത. ഇവയിൽ ഒന്നാമത്തെ മത്സ്യത്തിൻ്റെ പേരായിരുന്നു അനാഗത് വിധാത. വഹ് ബഹുത് ബുദ്ധിമതി ഥി. അനാഗത് വിധാത വളരെയധികം ബുദ്ധിമതിയായിരുന്നു. और अपने नाम के अनुसार भविष्य की संभावित समस्याओं का हल पहले से ही निकाल कर रखती थी. തൻ്റെ പേരുപോലെ തന്നെ ഭവിഷ്യക്ക് സംഭാവിത് സമസ്യാവുക, ഭാവിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം പെഹലെ സേ ഹി നിക്കാൽ കർ രഖ്തി തി, ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു. ഭാവിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആദ്യമേ കണ്ടെത്തിയിരുന്നു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു. ദൂസരി മച്ഛലി കാ നാം ത പ്രത്യുത്പന്നമതി. രണ്ടാമത്തെ മത്സ്യത്തിൻ്റെ പേരായിരുന്നു പ്രത്യുത്പന്നമതി. ജൈസ ഉസ്കാ നാം ത വൈസേ ഹി തീക്ഷ്ണ ഓർ തീവ്ര ഉസ്കി ബുദ്ധി തി. അതിൻ്റെ പേര് പോലെ തന്നെ ബുദ്ധിയും തീക്ഷ്ണമായിട്ടുള്ള ബുദ്ധിയായിരുന്നു, തീവ്ര ബുദ്ധിയായിരുന്നു. അതായത് തീക്ഷ്ണ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, നല്ല തീവ്ര ബുദ്ധിയുള്ള ഒരു മത്സ്യമായിരുന്നു. വേഗത്തിൽ എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നു. വഹ് ഭവിഷ്യ की किसी भी आशंकित समस्या का पहले से समाधान करने की आवश्यकता नहीं समझती थी. ആ മത്സ്യം ഭവിഷ്യക്ക് കിസി ബി ആശങ്കിത് സമസ്യാക്ക, ആശങ്കിത് എന്ന് പറഞ്ഞാൽ ആശങ്ക തോന്നുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ, ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന പ്രശ്നത്തിന് പെഹലെ സെ സമാധാൻ കർണേക്ക് ആവശ്യകത നഹി സമജ്തി തി, ആദ്യമേ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നൊന്നും അത് വിചാരിച്ചിരുന്നില്ല. ആദ്യമേ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ഈ മത്സ്യത്തിൻ്റെ അഭിപ്രായം. क्योंकि उसकी सूझबूझ इतनी पैनी थी कि वह समय पड़ने पर किसी भी उलझन का हल क्षण भर में निकाल लेती थी. क्योंकि എന്തുകൊണ്ടെന്നാൽ ഉസ്കി സൂജ്ബൂജ്, അതിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ വിവേകം, ഇത്തിനി പൈനീതി, അതായത് നല്ല ഷാർപ്പായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു മത്സ്യമായിരുന്നു. ഇവ സമയ പഠനേപ്പർ, സമയമാകുമ്പോൾ, കിസി ബി ഉൽജൻക, ഏത് പ്രശ്നത്തിനുമുള്ള ഹൽ, പരിഹാരം, ക്ഷൺ ഭർമേ, നിമിഷ നേരം കൊണ്ട്, നിക്കാലെത്തി, കണ്ടെത്തുമായിരുന്നു. എന്ത് പ്രോബ്ലം സംഭവിക്കുകയാണെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിനുള്ള പരിഹാരം ഉടനെ തന്നെ കണ്ടെത്തുമായിരുന്നു. പ്രത്യുത്പന്നമതി എന്ന രണ്ടാമത്തെ മത്സ്യം. തീസരി മച്ഛലി കാ നാം ത യത് ഭവിഷ്യ. മൂന്നാമത്തെ മത്സ്യത്തിൻ്റെ പേരായിരുന്നു യത് ഭവിഷ്യ. അപ്നെ നാം കെ അർത്ഥക്കോ വഹ് ബി സാർത്ഥക് കർത്തി തി. തൻ്റെ പേരിൻ്റെ അർത്ഥത്തെ അതും അർത്ഥവത്താക്കി മാറ്റിയിരുന്നു. വഹ് കിസി ബി സംകട് കി സംഭാവന പർ ധ്യാൻ നഹി ദേത്തി തി. ആ മത്സ്യം ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ, സങ്കടത്തിൻ്റെ
സംഭാവന പർ ധ്യാൻ നഹി ദേതി തി, സംഭവിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. തഥാ ശ്രം ഓർ ചിന്തൻ സെ ബചതി തി, ആ മത്സ്യം പരിശ്രമിക്കുന്നതിൽ നിന്നും ചിന്തിക്കുന്നതിൽ നിന്നുമൊക്കെ പിന്മാറിയിരുന്നു. उसका मत था कि यत्न करने और सोचने विचारने से कोई लाभ नहीं, क्योंकि जो होना होगा सो तो होगा ही. उसका मत था. ആ മത്സ്യത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? യത്ന കർണേസെ, പ്രയത്നിക്കുന്നതിലും ഓർ സോചനെ വിചാരണേസെ, ചിന്തിച്ച് തീരുമാനിക്കുന്നതിലുമൊന്നും ഒരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ജോ ഹോന ഹോഗ സോ തോ ഹോഗ ഹി, സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇസ്ലിയെ സബ് കുച്ച് ഭാഗ്യ കെ ഭരോസെ ചോട് ദേനാ ചാഹിയെ, അതുകൊണ്ട് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കണം. ഭാഗ്യക്കെ ഭരോസെ, വിധിയിൽ വിശ്വസിച്ചിട്ട് വിട്ടുകൊടുക്കണം. और निश्चिंत होकर आनंद से रहना चाहिए. നിശ്ചിന്ത ഹോക്കർ, അതായത് ഒരു ടെൻഷനുമില്ലാതെ ആനന്ദ് സെ രഹന ചാഹിയെ, സന്തോഷത്തോടു കൂടി നിൽക്കണം, അങ്ങനെ കഴിഞ്ഞു പോകണം എന്നായിരുന്നു യത് ഭവിഷ്യ എന്ന മത്സ്യത്തിൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ മത്സ്യത്തിൻ്റെ പേരായിരുന്നു അനാഗത് വിധാത. അനാഗത് വിധാത വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുമായിരുന്നു. രണ്ടാമത്തെ മത്സ്യത്തിൻ്റെ പേരായിരുന്നു പ്രത്യുത്പന്നമതി. അത് ആ മത്സ്യം എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നു. മൂന്നാമത്തെ വിഷൻ്റെ പേരാണ് യത് ഭവിഷ്യ. യത് ഭവിഷ്യ, വിധിയിൽ വിശ്വസിച്ചിരുന്നു. എന്താണോ വിധിച്ചത് അതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് കരുതുന്ന മത്സ്യമായിരുന്നു യത് ഭവിഷ്യ. നിശ്ചിന്ത ഹോക്കർ, അതായത് ഒരു ടെൻഷനുമില്ലാതെ സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിക്കണം എന്നായിരുന്നു ഈ മൂന്നാമത്തെ മത്സ്യത്തിൻ്റെ അഭിപ്രായം. ഏക് ദിൻ ഷാം കെ സമയ് ഉസ് സരോവർ കെ കിനാരെ സെ അകസ്മാത് ദോ മച്ചുവാരെ നിക്കൽ രഹേ തെ. ഒരു ദിവസം വൈകുന്നേരമായ സമയത്ത് ഉസ് സരോവർ കെ കിനാരെ, ആ തടാകത്തിൻ്റെ തീരത്ത്, കിനാരേസെ തീരത്തുകൂടെ, അകസ്മാത് പെട്ടെന്ന്, ദോ മച്ചുവാരെ രണ്ട് ഫിഷർമാൻ, നിക്കൽ രഹേത്തെ രണ്ട് മീൻപിടുത്തക്കാർ പോവുകയായിരുന്നു. ഉൻ മച്ചുവാരോനെ ഈ സരോവർ പെഹലെ കബി നഹി ദേഖാത്ത, ആ ഫിഷർമാൻ ഈ തടാകം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഇതന രമണീയ സ്ഥാൻ ദേഖകർ വേ സരോവർ കെ കിനാരെ വിശ്രാം കർണെ ബൈഠ് ഗയെ. ഇത്തന രമണീയ, ഇത്രയ്ക്ക് മനോഹരമായ ഈ സ്ഥലം കണ്ടിട്ട് അവർ തടാകത്തിൻ്റെ തീരത്ത് വിശ്രമിക്കാനായിട്ട് ഇരുന്നു. क्षण भर में उनका ध्यान पानी में सैर करती हुई मछलियों पर गया. നിമിഷ നേരം കൊണ്ട് അവരുടെ ശ്രദ്ധ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന മത്സ്യങ്ങളിൽ പെട്ടു. അവർ മത്സ്യങ്ങളെ കാണാനിടയായി. അരേ ദേഖോ ഇസ് സരോവർ മേ കിത്തനി ബഡി ബഡി മछलियाँ ഹെ. നോക്കൂ, ഈ തടാകത്തിൽ എത്ര വലിയ വലിയ മത്സ്യങ്ങളാണ് ഉള്ളത്. പെഹല മച്ചുവാര ബോല, ഒന്നാമത്തെ ഫിഷർമാൻ പറഞ്ഞു. हाँ हाँ, और इतनी सारी मछलियाँ एक ही जगह हमने पहले कभी नहीं देखी. ആ, ഇത്രയ്ക്ക് അധികം മത്സ്യങ്ങളെ നമ്മൾ ഒരേ സ്ഥലത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഇത്രയധികം മത്സ്യങ്ങളെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ദൂസര മച്ചുവാര ബോല, രണ്ടാമത്തെ മീൻപിടുത്തക്കാരൻ പറഞ്ഞു. പെഹലെ മച്ചുവാരനെ ഫിർ കഹ, ഒന്നാമത്തെ ഫിഷർമാൻ വീണ്ടും പറഞ്ഞു. भाई कल सवेरे हम यहाँ बड़ा जाल लेकर आएंगे और इन सब मछलियों को पकड़ेंगे. भाई, സഹോദര, നാളെ രാവിലെ നമ്മൾ ഇവിടേക്ക് വലിയൊരു വലയുമായിട്ട് വരണം, ഒരു നെറ്റുമായിട്ട് വരും, എന്നിട്ട് ഈ മത്സ്യങ്ങളെയെല്ലാം പിടിക്കും. ठीक है, दूसरे मछुआरे ने सहर्ष സമ്മതി ദിക്കായി. അപ്പോൾ ശരി, രണ്ടാമത്തെ ഫിഷർമാൻ സന്തോഷത്തോടു കൂടി സമ്മതം പ്രകടിപ്പിച്ചു. और दोनों मछुआरे उत्साह से उठकर घर की ओर चल दिए. അപ്പോൾ രണ്ട് ഫിഷർമാനും ഉത്സാഹത്തോടു കൂടി വീടിന് നേരെ പോയി. മച്ചുവാരോं की बातें तीनों मछलियों ने सुन ली. ഈ ഫിഷർമാൻ പറയുന്ന കാര്യങ്ങൾ മൂന്ന് മത്സ്യങ്ങളും കേട്ടു. उन्होंने तुरंत सरोवर की सभी मछलियों को बुलाकर एक सभा की. അവർ പെട്ടെന്ന് തന്നെ തടാകത്തിലെ എല്ലാ മത്സ്യങ്ങളെയും വിളിച്ചിട്ട് ഒരു സഭ കൂട്ടി. അതെല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാ മത്സ്യങ്ങളും ഒരുമിച്ച് കൂടി. അനാഗത് വിധാതാനെ സബ് മछलियों को संबोधित करके बताया. അനാഗത് വിധാത എല്ലാ മത്സ്യങ്ങളോടുമായിട്ട്
പറഞ്ഞു. സംബോധിത് കർക്കെ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് എല്ലാ മത്സ്യങ്ങളോടുമായിട്ട് പറഞ്ഞു. കി എന്തെന്നാൽ ദോ മച്ചുവാരെ രണ്ട് മീൻപിടുത്തക്കാർ, അഗലേ ദിൻ അടുത്ത ദിവസം, സവേരെ രാവിലെ, സരോവർ पर जाल डालकर सब मछलियों को पकड़ने की योजना बना रहे हैं. രാവിലെ സരോവർ पर തടാകത്തിൽ വല വിരിച്ചിട്ട്, ജാൽ ഡാൽക്കർ വല വിരിച്ചിട്ട്, സബ് മछलियों എല്ലാ മത്സ്യങ്ങളെയും പിടിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. യോജന പ്ലാൻ. യഹ് സുൻകർ സബ് മछलियाँ ഭയഭീത് ഹോ ഗയി. ഇത് കേട്ടപ്പോൾ എല്ലാ മത്സ്യങ്ങളും പേടിച്ചു. അവർ പൂജനെ ലഗി ക്യാ കർണ ചാഹിയെ. എന്നിട്ട് ചോദിക്കാനായിട്ട് തുടങ്ങി, എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അനാഗത് വിധാതാനെ കഹാ കി ഇസ് സംകട്ട് സെ ബച്ചനെ കാ സബ്സെ അച്ഛാ ഉപായ് യഹ് ഹൈ കി. അനാഗത് വിധാത പറഞ്ഞു, ഈ സംകട്ട് സെ ബച്ചനെ കാ, ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല ഉപായം ഇതാണ്. എന്തെന്നാൽ സവേര ഹോനെ സെ പെഹലെ, രാവിലെ ആവുന്നതിന് മുമ്പേ തന്നെ, ഹം സബ് യഹ് സരോവർ ചോഡ്കർ പാസ് കെ, നമ്മളെല്ലാവരും ഈ തടാകം ഉപേക്ഷിച്ചിട്ട്, പാസ് കെ അടുത്തുള്ള, ദൂസരേ സരോവർ മേ അടുത്തുള്ള മറ്റേ തടാകത്തിലേക്ക് പോകണം, ചലേ ജായേ പോകണം. ഇസ് പർ പ്രത്യുത്പന്നമതിനെ കഹാക്കി മേ തോ യഹി രഹൂങ്കി. അപ്പോൾ ഇത് കേട്ടപ്പോൾ പ്രത്യുത്പന്നമതി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. और यदि मछुआरे आएंगे तो उस समय की परिस्थिति देखकर कुछ उपाय ढूंढ लूँगी. അഥവാ മച്ചുവാരെ ആയെങ്കേത്തോ, മീൻപിടുത്തക്കാർ വരികയാണെങ്കിൽ, ഒരു സമയക്ക് പരിസ്ഥിതി ദേക്കർ, ആ സമയത്തെ പരിസ്ഥിതി നോക്കിയിട്ട്, സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ട്, കുച്ച് ഉപായ് ഡൂണ്ട് ലൂങ്കി, എന്തെങ്കിലും ഉപായം കണ്ടെത്തും. യത് ഭവിഷ്യത്തോ സ്വഭാവസേഹി ആലസ്യമയീ തി. യത് ഭവിഷ്യ, മൂന്നാമത്തെ ഫിഷ് സ്വഭാവം കൊണ്ട് തന്നെ ആലസ്യമായിരുന്നു, അതായത് മടിയുള്ള ഒരു മത്സ്യമായിരുന്നു. വ കഹനെ ലഗി കി മേ തോ അപ്നെ ഇസ് പുരാനെ നിവാസ് സ്ഥാൻ കോ ചോഡ്കർ കഹി നഹി ജാഊങ്കി. യദ്ഭവിഷ്യ എന്ന് പറഞ്ഞു, അപ്നെ ഈസ് പുരാനെ നിവാസ് സ്ഥാൻ കോ, ഞാൻ ഈ പഴയ താമസ സ്ഥാനം ഉപേക്ഷിച്ചിട്ട്, കഹി നഹി ജാഊങ്കി, എങ്ങോട്ടും പോകില്ല. ഭാഗ്യമേ ജോ ലിഖ ഹോഗ വഹി ഹോഗ, വിധിയിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് തന്നെ സംഭവിക്കും. ഭാഗ്യ എന്ന് പറഞ്ഞാൽ വിധി. മുझे കുച്ച് കർണേക്ക് ആവശ്യകത നഹി ഹെ, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യദി ഭാഗ്യമേ ബച്ചന ലിഖ ഹോഗ തോ ഹം സബ് ബച്ച് ഹി ജായേങ്കെ, അഥവാ വിധിയിൽ രക്ഷപ്പെടണം എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. ഹോ സക്താ ഹെ മച്ചുവാരെ ആയേ ഹി നഹി, ചിലപ്പോൾ മീൻപിടുത്തക്കാർ വരില്ലായിരിക്കും. इसके पश्चात अनागत विधाता और बहुत सी मछलियाँ घर छोड़कर पास के दूसरे सरोवर में चली गई. അതിനുശേഷം इसके पश्चात ഇതിന് ശേഷം അനാഗത് വിധാതയും പിന്നെ ബഹുത്സി മച്ചലിയ വേറെ ഒരുപാട് മത്സ്യങ്ങൾ ഘർ ചോഡ്കർ വീട് വിട്ടിട്ട് പാസ് കെ ദൂസരേ സരോവർ മേ ചലി ഗയി, അടുത്തുള്ള രണ്ടാമത്തെ ആ തടാകത്തിലേക്ക് പോയി. പ്രത്യുത്പന്നമതി യദ് ഭവിഷ്യ और कुछ अन्य मछलियाँ जो യദ് ഭവിഷ്യക്ക് റായ്സ് സഹമത്ത് തീ വഹി രഹി. അപ്പോൾ പ്രത്യുത്പന്നമതിയും യദ് ഭവിഷ്യവും പിന്നെ യദ് ഭവിഷ്യ പറയുന്നത് അനുസരിച്ച് നിന്ന മത്സ്യങ്ങളും, അന്യ മച്ചലിയ ജോ യദ് ഭവിഷ്യക്ക് റായ്സെ സഹമത്ത് തീ, യദ് ഭവിഷ്യ എന്ന മത്സ്യത്തിൻ്റെ തീരുമാനത്തോട് യോജിച്ചിരുന്ന കുറച്ച് മത്സ്യങ്ങളും അവിടെ തന്നെ നിന്നു. ജബ് സവേര ഹുവാ തോ സരോവർ കി മച്ചലിയ മനാ രഹി തീ കി കദാചിത് മച്ചുവാരെ നഹി ആയെങ്കെ. ജബ് സവേര ഹുവ, രാവിലെ ആയപ്പോൾ, സരോവർ കി മച്ചലിയ മനാ രഹി തി, തടാകത്തിലെ മത്സ്യങ്ങൾ സന്തോഷിച്ചു, അവർ ചിന്തിച്ചു, കദാചിത്ത് മച്ചുവാരെ നഹി ആയെങ്കിൽ, ഒരു പക്ഷേ, കദാചിത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഫിഷർമൻ വരില്ല. പരന്തു തോടി ഹി ദേർമേ മച്ചുവാരേക്ക് ധ്വനിയ സുനായിപ്പടി. പരന്തു പക്ഷേ കുറച്ച് സമയം കൊണ്ട് തന്നെ ഫിഷർമാൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങി. അവർ ഉനോനെ ആകർ ജാൽ ഡാൽ ദിയ, അവർ വന്നിട്ട് വല വിരിച്ചു. ഓർ സബി മച്ചലിയോं को पकड़ लिया, എല്ലാ മത്സ്യങ്ങളെയും പിടിച്ചു. പ്രത്യുത്പന്നമതി ഓർ യദ് ഭവിഷ്യ ബി ജാൽ മേ ഫസ് ഗയി തി. അപ്പോൾ ഈ രണ്ടാമത്തെ മത്സ്യമായ പ്രത്യുത്പന്നമതിയും പിന്നെ മൂന്നാമത്തെ മത്സ്യമായ യദ് ഭവിഷ്യവും ഈ വലയിൽ കുടുങ്ങി.
मछुआरे बड़े प्रसन्न थे कि इतनी स्वस्थ और बड़ी बड़ी मछलियाँ उन्होंने पकड़ ली है. അപ്പം ഈ മത്സ്യം പിടുത്തക്കാർ വളരെയധികം സന്തോഷിച്ചു. അവർ ഇത്രയ്ക്ക് ആരോഗ്യമുള്ളതും നല്ല വലിയതുമായ മത്സ്യങ്ങളെ അവർ പിടിച്ചു. അവർ വളരെയധികം സന്തോഷിച്ചു. अब प्रत्युत्पन्नमति अपने बचने का उपाय बड़ी तीव्रता से सोचने लगी. ഇപ്പോൾ പ്രത്യുത്പന്നമതി, അതായത് രണ്ടാമത്തെ മത്സ്യം, രക്ഷപ്പെടാനുള്ള ഉപായം വളരെ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങി. और उसे तुरंत सूझ गया कि क्या करना चाहिए. ആ മത്സ്യത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കിട്ടി എന്താണ് ചെയ്യേണ്ടത്. मछुआरों की बातचीत से वह समझ गई कि उन्हें स्वस्थ और जीवित मछलियाँ ही चाहिए. അപ്പോൾ ഈ മീൻപിടുത്തക്കാരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഈ പ്രത്യുത്പന്നമതിക്ക് മനസ്സിലായിരുന്നു അവർക്ക് ആരോഗ്യമുള്ളതും ജീവനുള്ളതുമായ മത്സ്യങ്ങളെയാണ് വേണ്ടത്. ഉസ്നെ ഉസേ ക്ഷൺ അപ്പന ശരീർ സിക്കോട് ലിയ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ മത്സ്യം തൻ്റെ ശരീരത്തെ ചുരുക്കി കളഞ്ഞു. और आगे बंद करके निर्जीवी बनकर पड़ गई. എന്നിട്ട് കണ്ണടച്ചിട്ട് ജീവനില്ലാത്തതുപോലെ അങ്ങനെ കിടന്നു. നിർജീവിസി, ചത്തതുപോലെ കിടന്നു. मछुआरे मछलियों को संभालने लगे तो देखा कि एक मरी हुई मछली है. അപ്പോൾ ഈ മീൻപിടുത്തക്കാർ മത്സ്യങ്ങളെയൊക്കെ ഒതുക്കി വെക്കുമ്പോൾ അവരെന്താണ് കണ്ടത്, ഒരു ചത്തുപോയ മത്സ്യമുണ്ട്. അതായത് ഈ പ്രത്യുത്പന്നമതി ചത്തതുപോലെ അഭിനയിച്ച് കിടക്കുകയാണ്. ശരീരമെല്ലാം ചുരുക്കി കണ്ണടച്ച് ചത്തതുപോലെ കിടക്കുകയാണ്. ഉन्होंने തുരന്ത് പ്രത്യുത്പന്നമതി കോ ജാൽ സെ നിക്കാൽ കർ സരോവർ മേ ഫേക്ക് ദിയ. അവർ പെട്ടെന്ന് തന്നെ ഈ പ്രത്യുത്പന്നമതിയെ വലയിൽ നിന്നെടുത്തിട്ട് പുറത്തേക്ക് തടാകത്തിലേക്ക് എറിഞ്ഞു. और अपनी പ്രത്യുത്പന്ന ബുദ്ധി കെ കാരണം ഉസ്കി ജാൻ ബച്ച് ഗയി. അപ്പോൾ തൻ്റെ ഈ പെട്ടെന്നുണ്ടായ ബുദ്ധി കാരണം അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. पर यद भविष्य की जान नहीं बच सकी. പക്ഷേ യദ് ഭവിഷ്യൻ്റെ ജീവൻ രക്ഷപ്പെട്ടില്ല, അതിന് രക്ഷപ്പെടാനായില്ല. और मछुआरे उसे और उसकी साथी मछलियों को लेकर चलते बने. അപ്പോൾ ഫിഷർമാൻ ഈ യദ് ഭവിഷ്യ എന്ന മछലിയെയും പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മത്സ്യങ്ങളെയും കൊണ്ട് പോയി. എഴുതിയതാരാണ്? മാലതി ദേവി. പഞ്ചതന്ത്ര पर आधारित. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മളെപ്പോഴും ബുദ്ധി ഉപയോഗിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഒരു കാര്യവും നമ്മൾ വിധിയിൽ വിട്ടുകൊടുക്കരുത്. അതായത് എന്താണ് വിധിച്ചത് അതുപോലെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. വിവേകത്തോടു കൂടി ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കണ്ടെത്തണം. കേൾക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സിലാക്കണം. കഠിനമായ സന്ദർഭങ്ങളിൽ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് മുന്നേറണം. പഞ്ചതന്ത്ര നീതി സാഹിത്യ കാ ഏക് വിശിഷ്ട ഗ്രന്ഥ ഹെ. പഞ്ചതന്ത്ര എന്ന ഗ്രന്ഥം നീതി സാഹിത്യത്തിലെ ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. ജിസെ ലഗ്ഭഗ് 2500 से 3000 വർഷ പൂർവ്വ ഭാരത് മേ രചാ ഗയാ താ. ഈ ഗ്രന്ഥം 2500 മുതൽ 3000 വർഷം മുമ്പ് വരെ ഭാരതത്തിൽ രചിച്ച ഒരു ഗ്രന്ഥമായിരുന്നു. इसके लेखक प्रसिद्ध आचार्य विष्णु शर्मा माने जाते हैं. ഇതിൻ്റെ ലേഖകൻ പ്രസിദ്ധനായ ആചാര്യ വിഷ്ണു ശർമ്മയാണെന്ന് പറയപ്പെടുന്നു. പഞ്ചതന്ത്ര का निर्माण एक शिक्षण सामग्री के रूप में किया गया था. പഞ്ചതന്ത്ര എന്ന ഈ ഗ്രന്ഥം ഒരു ശിക്ഷൺ സാമഗ്രി, അതായത് അറിവ് നേടാനുള്ള ഒരു ഉള്ളടക്കം, അറിവുകളുടെ ഒരു ഉള്ളടക്കം, മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാധനമെന്ന രൂപത്തിൽ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. जिसका उद्देश्य बच्चों को रोचक कथाओं के माध्यम से जीवन मूल्य सिखाना था. ഇതിൻ്റെ ഉദ്ദേശം കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളിലൂടെ ജീവിത മൂല്യങ്ങൾ, ലൈഫ് വാല്യൂസ് പഠിപ്പിക്കുക എന്നതായിരുന്നു. ഇസ് ഗ്രന്ഥ में नैतिक शिक्षा देने के उद्देश्य से लिखी कहानियाँ हैं जो विभिन्न पशु पक्षियों के माध्यम से प्रस्तुत की गई है. ഈ ഗ്രന്ഥത്തിൽ നൈതിക് ശിക്ഷ, ധാർമ്മിക പഠനം നൽകാനുള്ള ഉദ്ദേശത്തോടു കൂടിയ കഥകളായിരുന്നു. അത് അവതരിപ്പിച്ചിരിക്കുന്നത് വിവിധമായിട്ടുള്ള പലതരത്തിലുള്ള മൃഗങ്ങളിലൂടെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ये कहानियाँ न केवल बच्चों अपितु वयस्कों के लिए भी जीवन के विभिन्न पहलुओं का बोध कराने में सार्थक है. ഈ കഥകൾ കുട്ടികൾക്ക് മാത്രമല്ല മറിച്ച് വയസ്കോं के लिए भी, അഡൾട്ട്സിനും മുതിർന്നവർക്കും ജീവിതത്തിലെ വിഭിന്ന
ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ബോധം മനസ്സിലാക്കാനായിട്ട് ഉള്ള അർത്ഥവത്തായ ഒരു ഗ്രന്ഥമാണ്. और आज के युग में भी उतनी ही प्रासंगिक है जितनी प्राचीन समय में थी. ഇന്നത്തെ കാലഘട്ടത്തിലും അത്രയ്ക്ക് തന്നെ ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം. ജിത്തനി പ്രാചീന സമയമെത്തി, പ്രാചീന കാലഘട്ടത്തിൽ ഉള്ള അത്രയ്ക്ക് പ്രസക്തം തന്നെയാണ്, പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോഴും.